എടി അമ്മു, നീ എവിടെ പോയി കിടക്കടി അസത്തെ? ആശത്തിന് വിളിച്ച് മനുഷ്യന്റെ വായിൽ വെള്ളം വറ്റി. എന്നെ വിളിച്ചില്ല ചെറിയമ്മേ, വിളിച്ചാ വിളിയേക്കണം കേട്ടോടി. ഞാൻ കേട്ടില്ലായിരുന്നു, തൊഴുത്തിൽ പശുവിനെ കുളിപ്പിക്കുകയായിരുന്നു. കേൾക്കണം, ഈ വീട്ടിൽ ഞാൻ എപ്പോഴും വിളിച്ചാലും കേട്ടിരിക്കണം. മനസ്സിലായോടി? മനസ്സിലായി ചെറിയമ്മേ. പാടി കഴിഞ്ഞാൽ വേഗം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി വെക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ജോലിക്ക് പോകുന്നതിന് വേണ്ടി നിന്റെ തന്തയ്ക്ക് വേണ്ടത് ചെയ്തൊക്കെ മറക്കണ്ട, എനിക്കൊക്കെ വയ്യ ആ തളർന്നെടുക്കുന്നതിനെ നോക്കാൻ. അങ്ങനെ പറയില്ലേ ചെറിയമ്മേ, അച്ഛൻ ചെറിയമ്മയുടെ ഭർത്താവല്ലേ? ഭർത്താവ് ആ കാശിന് കൊണല്ലാത്ത സാധനം. നീയേ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ട കേട്ടോടി. പിന്നെ ഇന്ന് 1-ാം തീയതിയാ, ശമ്പളം കൃത്യമായിട്ട് കൈ കൊണ്ടുവരണം. ഇല്ലേ പിന്നെ നീ ഒരു ജോലിക്കൊന്നും അറിഞ്ഞില്ല. അത് പിന്നെ അച്ഛന്റെ കഷായെല്ലാം തീർന്നു, അത് വാങ്ങിക്കണം. പിന്നെ ഡ്രസ്സെല്ലാം നരച്ചു തുടങ്ങി, ഒരു 2 ജോഡി ഡ്രസ്സും. നീ ഉള്ള ഡ്രസ്സിന് പോയാൽ മതി, കടയിൽ സെയിൽസുകളായിട്ട് നിൽക്കുന്നവർക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. പിന്നെ മരുന്ന് കുറച്ച് വാങ്ങിയാൽ മതി. എത്ര നാളെ നീ ഇങ്ങനെ കിടക്കാനുണ്ടാവുക? അത് കേട്ടതും അമ്മുവിന്റെ കണ്ണിൽ നിറഞ്ഞൊഴുകി. അങ്ങനെയൊന്നും പറയില്ല ചെറിയമ്മേ, ദൈവദോഷം കിട്ടും. എന്ത് പറഞ്ഞടി? മേലെ എന്നോട് തർക്കത്തരം പറഞ്ഞാണ്ടല്ലോ, അറിയാതെ നിനക്കെന്നെ വേഗം ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കടി. അതും പറഞ്ഞു ചവിട്ടിന്റെ അകത്തേക്ക് കയറിപ്പോയി. അമ്മ കരഞ്ഞുകൊണ്ട് അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അകത്ത് ഇതെല്ലാം കേട്ട് കണ്ണുവാക്കാൻ മാത്രമേ ആ പ്രായമായ മനുഷ്യന് കഴിഞ്ഞുള്ളൂ. ഇതാണ് വൈഗ വിശ്വനാഥ് എന്ന അമ്മ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട വൈഗക്ക് അച്ഛനൊരു കൂട്ടിന് വേണ്ടിയാണ് സീതയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. സീതയുടെ 2ാം വിവാഹമായിരുന്നു. അതിൽ അവർക്കൊരു മകനുണ്ട്, ആദർശ്. വിശ്വനാഥൻ ജോലിക്ക് പോകുന്ന സമയമല്ല സീതയും ആദർശും അമ്മുവിനെ ഉപദ്രവിക്കാൻ പറ്റുന്നത്ര ഉപദ്രവിക്കും. പേര് മാത്രമായിരുന്നവൾ സീത, സ്വഭാവം തനി മൂഷേട്ടയുടേതായിരുന്നു. അമ്മ വലുതാവുന്നതിനനുസരിച്ച് ആ വീട്ടിലൊരു വേലക്കാരിയായി മാത്രമായി മാറിയവൾ. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്സിഡന്റിൽ വിശ്വനാഥൻ തളർന്നുപോയി. അതോടുകൂടി ആ വീട്ടിലെ ഭരണം സീതയുടെയും ആദർശിന്റെയും കയ്യിൽ പൂർണ്ണമായി മാറി. ആദർശിന്റെ വൃത്തിയിട്ട നോട്ടവും തലോടലും അമ്മുവിനൊരു ഭീഷണി തന്നെയായിരുന്നു. അവൾ അവന്റെ കഴുകൻ കണ്ണിൽ നിന്ന് എപ്പോഴും ഓടി വിളിക്കാൻ തുടങ്ങി. ഇനി എത്ര കാലം അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ല. അമ്മു ഇപ്പോൾ AD ഗ്രൂപ്പിന് കീഴിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സെയിൽസുകളായിട്ട് വർക്ക് ചെയ്യുകയാണ്. മരുന്നിന്റെയും കഷായത്തിന്റെയും ഗന്ധം മാത്രം തങ്ങി നിൽക്കുന്ന മുറിയിലേക്ക് അമ്മ കയറി ചെന്നു. അവളെയും നോക്കി ആ ശോഷിച്ച ശരീരം കണ്ണീർ വാർത്ത് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. അച്ഛാ, ഒന്ന് ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാം കേട്ടോ. അവൾ അയാൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരി നൽകി. അച്ഛനെങ്ങനെ കരയേ? എന്റെ മോളുടെ അവസ്ഥ ആലോചിച്ചിട്ടാ അച്ഛൻ ഇന്നും വിഷമം. നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ മോളെ. അവൻ ആ വൃത്തിയേട്ടവൻ ആദർശ് വന്ന് എന്റെ മോള്. അയാളുടെ മുഖത്ത് ഭയം നെളിച്ചു. അച്ഛന്റെ വാക്കിൽ കേട്ടതും അമൂലം ഭയം നിറഞ്ഞിരുന്നു. എങ്കിലും അവളത് പുറത്തു കാട്ടിയില്ല. എന്റെ അച്ഛ ആദർശമായിട്ട് എന്നൊന്നും ചെയ്യില്ല. അച്ഛ ഒന്നും ആലോചിക്കേണ്ട. അച്ഛന് ഭക്ഷണം തന്നിട്ട് വേണം എനിക്ക് ജോലിക്ക് പോവാൻ, വേഗം. അവൾ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. അയാൾ അവളെ കുറച്ചേരം നോക്കിയിരുന്നു. പാവം, എത്രയോ ദുഃഖം മനസ്സിൽ പേറുന്നുണ്ട്, പുറത്ത് ചിരിക്കുന്നു എന്ന് മാത്രം. അമ്മ കൊടുത്ത ഭക്ഷണം മുഴുവൻ വിശ്വനാഥൻ കഴിച്ചു. ശേഷം അവൾ ടിഫിൻ ബോക്സിൽ ഭക്ഷണമാക്കി പുറത്തേക്ക് ഇറങ്ങി ഓടി. മുറ്റത്തേക്ക് ഇറങ്ങിയതും അവളുടെ സന്തത സഹചാരിയും പ്രിയ കൂട്ടുകാരിയുമായി രേവതി നിൽപ്പുണ്ടായിരുന്നു. എത്ര നേരെ അമ്മുവിനെ കാത്തിരിക്കുന്നു? ശിവനങ്ങാനും പോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവളെന്തോ പറയാമെന്ന് ചെറിയമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. എടി, വരുമ്പോ ചിക്കൻ വാങ്ങിക്കോ, ഇറച്ചി മീനില്ലാണ്ട് എനിക്ക് ചോറ് ഇറങ്ങിയില്ല. ഞാൻ വാങ്ങിക്കോളാം ചെറിയമ്മേ. വാങ്ങിയിട്ട് വന്നാ മതി, അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. തള്ളേ, നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നത്? നിങ്ങൾ കുളിപ്പുണ്ടോ ഇവള് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് അർമാതെ ജീവിക്കാൻ? എന്നിട്ട് ഇവളോട് ഒരു ആജ്ഞാപിക്കാനും? എടി, എന്റെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത വിളിക്കുന്ന നീ? ഇത് നിങ്ങളുടെ വീടൊന്നല്ല, വിശ്വപ്പയുടെ വീടാ. ഇവളോട് സംസാരിക്കുന്നവർ എന്നോട് സംസാരിച്ചാണ്ടല്ലോ എന്റെ കൈ നിങ്ങളുടെ മുഖത്തിരിക്കും. അമ്മുവിനെ പോലെയുള്ള രേവതിയെന്ന് അവൾക്ക് നല്ലോണം അറിയാമായിരുന്നു. അവളുടെ മുഖഭാവം കണ്ടത് അവരൊന്ന് പരിങ്ങി. എന്ത് നോക്കിയിരിക്കുക അമ്മു, നീ ഇങ്ങോട്ട് വന്നേ. അതും പറഞ്ഞ് രേവതി അമ്മുവിന്റെ കൈയും പിടിച്ച് നടന്നു. രേവതിയുടെ മുഖം ഇപ്പോഴും ഒരു കൊട്ടക്കുണ്ട്. അവൾ ഇപ്പോഴും ദേഷ്യം തീരാതെ എന്തൊക്കെയോ പേർക്കുന്നുണ്ട്. രേവു, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, നിനക്കറിയില്ല ചെറിയമ്മയുടെ സ്വഭാവം. ആദ്യം പൊട്ടിക്കേണ്ട നിന്നെ അവിടെ താളത്തിന് തുള്ളി കൊടുത്തിട്ടാ അവൾ നിന്നെ ആട്ടുന്നത്. എല്ലാം തലകുനിച്ച് കേൾക്കാൻ മാത്രമേ അമ്മുവിന് കഴിഞ്ഞുള്ളൂ. അമ്മുവിന്റെ മുഖം കണ്ടതും രേവതിക്ക് പാവം തോന്നി. മതി വേണേ, മുഖം ഇങ്ങനെ ആക്കി വെച്ച് വാ പോവാ, ഇല്ലെങ്കിൽ നമ്മുടെ ശിവനങ്ങ് പോകും. പിന്നെ ആ മാനേജർ പഞ്ചാരക്കും ചെയ്ത് നമ്മളെ ചീത്ത പറയാൻ നേരണ്ടാവും. അത് കേട്ടത് അമ്മ നടത്തുന്നതിന്റെ സ്പീഡ് കൂട്ടി. കറക്റ്റ് ടൈം, ദേ വന്നു ശിവൻ. ശിവൻ ബസ് വന്നു. രണ്ടുപേരും കയറി യാത്രയായി. AD ഗ്രൂപ്പിന്റെ ബഹുനില കെട്ടിടത്തിന് മുമ്പിൽ അവന്റെ ആഡംബരം വിളിച്ചു പോകുന്ന കാർ വന്നു നിന്നു. ചുറ്റും നിശബ്ദം മാത്രം തങ്ങി നിന്നു. നീണ്ട മുടികൾ പുറകോട്ട് ബൺ ചെയ്ത് അല്പം വളർന്ന താടി, കുഞ്ഞിക്കണ്ണുകൾ, ഇളം റോസ് ചുണ്ടുകളും ദൃഢമായ ശരീരം, അതിനൊത്ത് ഉയരമുള്ള അഗ്നിദേവിനെ.
അവിടെയുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും നോക്കി നിന്ന് പോയി. അവന്റെ സ്ഥായിയായ മനോഭാവം എപ്പോഴും ഗൗരവമാണ്, ആരെയും കൂസാതെയുള്ള മനോഭാവം. കണ്ണിൽ എപ്പോഴും ക്രൗര്യം നിറഞ്ഞു നിൽക്കും. അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും എല്ലാവർക്കും ഭയമാണ്. എല്ലാവരും അവനെ രഹസ്യമായി വിളിക്കുന്നത് ചെകുത്താനെന്നാണ്. ചുറ്റുമുള്ള ഓഫീസ് സ്റ്റാഫ് അവരുടെ ജോലിയിൽ മുഴുകിയിരുന്നു. ബൂട്ട്സിന്റെ ശബ്ദം മാത്രമേ അവിടെ കേട്ടുകൊണ്ടേയിരുന്നു. അഗ്നി ലിഫ്റ്റിൽ കയറി 10th ഫ്ലോർ പട്ടണമർത്തി. അല്പസമയത്തിന് ശേഷം അവനത് ക്യാബിനറ്റിൽ ചെയറിൽ ചാങ്ങിയിരുന്നു. അഗ്നി ടോണിയുടെ വായിൽ നിന്ന് വീണ വാക്കിൽ കേട്ട് അവന്റെ മുഖത്ത് വന്യമായ ഒരു പുഞ്ചിരി വിടർന്നു. ദേവി നോക്ക്, നമ്മുടെ ഫ്ലോർ മാനേജർ പഞ്ചായത്ത് നിൽക്കുന്നുണ്ട്. രേവതി അമ്മുവിന്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. എന്റെ കണ്ണ, രേവതി വേണ്ട കേട്ടോ, ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കില്ലേ. അയാൾ തന്നെ കേട്ടാ, പിന്നെ അയാൾ കേട്ടാ എനിക്ക് ഗ്യാസാ. ഇവരോട് പാട്ടൊരു കാര്യമില്ല. ഓ, തമ്പുരാട്ടിമാര് നേരത്തെയാണല്ലോ. കാലമാണ് വായ സമ്പ്രദായം, എന്നിട്ട് അംഗത്തിന് കുറവില്ല. രേവതി പെരുവിർത്തു. എന്താണ് രേവതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്തോക്ക് സംസാരിക്കുക. ഞാൻ എന്തോ പറയുമെന്ന് അമ്മയോട് കൈ കയറി പിടിച്ചു. ഒന്നുമില്ല സാർ, ബസ് നേരത്തെ വന്നിട്ട് വേഗം എത്തിയാണെന്നാണ് അവൾ പറഞ്ഞത്. അമ്മ ഇങ്ങനെയൊക്കെയോ പറഞ്ഞിപ്പിച്ചു. അങ്ങനെയായ നല്ലത്. എന്നാ വേഗം ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ നോക്ക്. പോ. ശരി സാർ. അതും പറഞ്ഞ അമ്മ രേവതിയുടെ കൈ പിടിച്ച് വേഗം അകത്തേക്ക് കയറിപ്പോയി. വീടാമോ, നീ കാരണം ഇണ്ടാന്ന് നീയിൽ ഞാൻ ആ മാങ്ങത്തലയുടെ രണ്ട് വർത്തനം ഞാൻ പറയുന്നു. പോട്ടിട്ട് വേണം, നീ വാ, ഞാൻ വേഗം ഡ്യൂട്ടി കയറാം. എന്തുകൊണ്ടോ അമ്മുവിന്റെ പുഞ്ചിരിച്ചുള്ള മുഖം കണ്ടതും പിന്നെ രേവതി എന്ന് പറയാൻ അവിടെ കൂടെ പോയി ഡ്യൂട്ടി കയറി. എടാ സുമേഷ്, നിന്റെ പ്രണയഭാചനം വൈകി വന്നിട്ടുണ്ടല്ലോ. ആരാളോ അവന്റെ പ്രണയഭാചനം നിന്നോട് പറഞ്ഞു. ജസ്റ്റ് ഒരു ക്രഷ്, ഒരു ദിവസത്തേക്കുള്ളൂ. അതിനുവേണ്ടി എത്രയും ഞാൻ അവിടെ പുറകെ ഇറക്കുന്നു. ആ പന്നമോളെന്നെ നോക്കുന്ന പോലില്ല. എന്നാലും എന്റെ കയ്യിൽ വന്ന് വീഴോളൂ, അല്ലാതെ ഇവിടെ പോവാനാ. അത് നീ പറഞ്ഞ ശരിയാ. നീ ആസ്വദിച്ചു കഴിഞ്ഞ ആ പൂച്ചക്കുട്ടി എനിക്കെന്തെങ്ങനെ കുറച്ചായി. എനിക്ക് അവിടെ വേറെ കണ്ണുണ്ട്. ബാബു ശരിയാക്കണം, അവസരം വരും. അവനൊരു ഗൂഢ മന്ദസ്മിതത്തോടെ അവനോട് പറഞ്ഞു. അമ്മൂട്ടി ടിഫിൻ ബോക്സ് കഴിയുമ്പോഴാണ് രേവതി അങ്ങോട്ട് ഓടി വന്നത്. അമ്മു, നീ അറിഞ്ഞോ? എന്ത്? ആ രീതി നമ്മുടെ മുകളിലത്തെ നവീകരിച്ച ഫ്ലോറിലില്ലേ? അതിന് ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത് നിനക്ക് അറിയോ? അത് ഏതെങ്കിലും സിനിമാതിമാരായിരിക്കും. ഇത് പറയാനാണ് നീ ഇങ്ങനെ ഓടിക്കേച്ച് വന്ന്. ഓ, സിനിമാതാണോന്നല്ല, നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ സ്ഥാപനത്തിന്റെ ഓണർ അഗ്നിദേവ്. ശരിക്കും ആടി നമ്മുടെ BBC മലയാളം പറഞ്ഞ അറിയുക. അവർക്ക് നമ്മുടെ ചട്ടത്തല മാനേജറായിട്ട് അടുപ്പുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അങ്ങനെ കിട്ടിയത് ന്യൂസ്. ആരെങ്കിലും വന്ന് ഉദ്ഘാടനം ചെയ്ത് പൊക്കോട്ടെ. ദയവ് ചെയ്ത് നീ കുരുത്തക്കേട് ഒപ്പിക്കാണ്ടിരുന്നാൽ മതി. എന്റെ ഒരു അപേക്ഷയെ കൂട്ടിയാൽ എന്റെ രേവതി. ഇല്ലടി പെണ്ണ്, ഞാനൊന്നിനും പോകില്ല, നിനക്കറിയില്ല എന്നെ. അതെന്റെ പേടി. അമ്മ അതും പറഞ്ഞ് മുന്നോട്ട് കടന്നു. അമ്മ പോകുന്നത് നോക്കി രേവതി അല്പസമയം അവിടെ നിന്നു. അവൾ ചിന്തിക്കുകയായിരുന്നു. അമ്മ എന്നോട് മാത്രമാണ് ഒന്ന് ചിരിച്ച് സംസാരിക്കുന്ന പോലും. ബാക്കിയുള്ളവരോട് നേരാവണം വർത്താനം പറയാൻ പോലും പേടിയാണ് അതിന്. എന്നാണ് ഭഗവാൻ അതിന്റെ കഷ്ടപ്പാടുകളെല്ലാം മാറുക. ഇരുട്ടി വീണാൽ ഇരുണ്ട മുറിൽ കയറി ചെല്ലുമ്പോൾ അവിടെ രക്തത്തിന്റെ മണം നാസികയിലേക്ക് തുളഞ്ഞു കയറുന്നുണ്ടായിരുന്നു. മൂക്ക് പൊത്തിപ്പിടിച്ച് രഞ്ജു അകത്തേക്കായിരുന്നു. കണ്ട കാഴ്ചയിൽ നടുങ്ങിപ്പോയി. രണ്ട് കാലുകൾ കയ്യുമില്ലാതെ നീളത്ത് കിടന്ന് എഴുതുന്ന ഒരുവനെ അവനെ നോക്കി പ്രതികാരത്തോടെ മുഖത്ത് മുഴുവൻ രക്തമൊലിപ്പിച്ച് കയ്യിലൊരു മൂർച്ചയേറിയ വാൾ പിടിച്ചിരിക്കുന്ന അഗ്നിയെയുമാണ്. ഒരു നിമിഷം രഞ്ജുവിന് അഗ്നിയെ നോക്കാൻ പോലും ഭയം തോന്നി. അവനപ്പോൾ പൂർണ്ണമായൊരു ചെകുത്താനായി മാറിയിരുന്നു. അഗ്നി, നാളെ നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ മോർണിംഗ് 9 മണിക്കാണ്. അല്പസമയം അഗ്നി കണ്ണുകൾ രണ്ടു മണിച്ചൊരു ദീർഘനിശ്വാസം എടുത്തു. അപ്പോൾ കൈയും കാലുമില്ലാതെ കിടക്കുന്ന വ്യക്തി ആർത്തലസി കരഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾക്ക് അഗ്നിയെ നോക്കാൻ തന്നെ ഭയം തോന്നി. അവന്റെ കരച്ചിൽ അഗ്നിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നിയത് അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അയാൾക്ക് നേരെ വെടിയെടുത്തു. തോമസ്, ബോഡി ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. മറ്റാരെയും നോക്കാതെ അവൻ വേഗം കാറിലേക്കായിരുന്നു. രഞ്ജുവാനൊപ്പം കയറിയിരുന്നു. ആ വണ്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. ഈ സമയം ഗാർഡ് വാൺ. എങ്ങനെ നടന്ന മനുഷ്യനാ അവസാനം ചെകുത്താതെ കൈകൊണ്ട് ചാവാന യോഗം. ഗാർഡ് 2. അത് നീ പറഞ്ഞ സത്യ. ആരെങ്കിലും ചെകുത്താനോട് ഏറ്റുമുട്ടുമോ? അല്ലെങ്കിൽ ഇവരൊക്കെ ചാവ യോഗങ്ങളോ തന്നെയാ. എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് അവസാനം അർമാദിച്ച അഹങ്കാരമൊത്തപ്പ് എത്തിപ്പെട്ടതോ അഗ്നിസാറിന് മുമ്പിൽ. ഇവന്റെ മരണം അടുത്ത് കാണും. അതെ, നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കാതെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ കാര്യം നോക്ക്. ഓക്കെ സർ. ഇന്നാണ് ഉദ്ഘാടന ദിവസം. ഒന്ന് വേഗം നടക്കില്ല രേവതി. പിന്നെ നമ്മളോട് നേരത്തെ എത്ര മാനേജർ സാർ പറഞ്ഞല്ലേ. എന്റെ അമ്മു, ഇനി നമ്മൾ നേരത്തെ തന്നെയാ. ഇതാ നോക്ക് സമയം, നീ ഇങ്ങനെ വെപ്രാളപ്പെടണ്ട. അതിന് അമ്മു രേവതിയെ നോക്കി പുച്ഛിച്ചു. ഇത് കണ്ടത് രേവതി അമ്മുവിനെ കൂർപ്പിച്ച് നോക്കി. നീ എന്നെ അധികം പുച്ഛിക്കണ്ട, ഞാൻ എപ്പോഴും നേരത്തെ ഇറങ്ങുന്നത്. അങ്ങനെ തമ്മിൽ അടിച്ചും വഴക്കൂടി അവർ നേരത്തെ തന്നെ ടെക്സ്റ്റൈൽസിലെത്തി. എന്തോ ഗൗരിക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയോ പ്രത്യേകതയുള്ളവർ തോന്നി. അവളത് രേവതിയോട് പറയുകയും ചെയ്തു.
എന്റെ പെണ്ണെ, നിനക്ക് തോന്നി സത്യമായിരിക്കും. ഇന്നലെ ഉദ്ഘാടനം ഇത് അതല്ലേ ദേവി, എനിക്കെന്താ നെഞ്ചാ പടപടെ അടിക്കുക. ഓ, ഇവരുടെ കാര്യം നിന്നോട് പറഞ്ഞൊരു കാര്യമില്ല. അതും പറഞ്ഞ് ദേവി ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി. ടെക്സ്റ്റൈൽസിലെ സ്റ്റാഫെല്ലാം തങ്ങളുടെ ഓണർക്കാർ പുറത്തേക്ക് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഫ്ലോർ മാനേജർ അങ്ങോട്ട് വന്ന് അമ്മുവിനോട് പറഞ്ഞു, നോക്കുപോയി മുകളിലെ സാറിന്റെ ക്യാബിനെല്ലാം പെർഫെക്റ്റ് അല്ലേ, ഒന്ന് പോയി നോക്കിയിട്ട് വാ. ബോസിന് പെട്ടെന്ന് ദേഷ്യം വരുന്ന പകുത താഴ്ന്നു പോയി നോക്കിയിട്ട് പെട്ടെന്ന് പോരെ. ശരി സർ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് വൈക അഗ്നിയുടെ ക്യാബിനിലേക്ക് പോയി. എടാ ആ വൈക സാറിന്റെ ക്യാബിനിലേക്ക് പോയിട്ടുണ്ടാവും. അയാൾ എന്തായാലും ഉദ്ഘാടനമായിട്ടൊക്കെ മുകളിലേക്ക് വരുള്ളൂ. നീ അയാൾ വരുന്നുണ്ട് എനിക്കൊരു സിഗ്നൽ ആണ്. ഞാനൊന്ന് പോയി വൈകിയ ശരിക്കും കണ്ടേച്ചും വരാം. എടാ സുമേഷ്, ഇപ്പൊ വേണം, നീ വേണ്ടാത്ത പണിക്കണ്ട. നീ ഒന്ന് പോടാ, ഈ സുമേഷ് ഒരു കാര്യം തീരുമാനിച്ചാൽ നടത്തിയിരിക്കുക. അതും പറഞ്ഞ് അഗ്നിയെ ഒന്ന് പൂച്ചിച്ച് സുമേഷ് അഗ്നിയുടെ ക്യാബിനിലേക്ക് വെച്ച് പിടിച്ചു. അഗ്നിയുടെ ക്യാബിനുള്ളിലേക്ക് കയറി വൈകിയുടെ കണ്ണുകൾ വിടുന്നു. അത്രയ്ക്ക് മനോഹരമായി അവിടെ കാണാൻ. അവൾ വേഗം എല്ലാവരും ഒന്ന് കണ്ണുപിടിച്ചു. എല്ലാ സ്ഥലവും പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി പിന്തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്നാണ് സുമേഷ് ക്യാബിലേക്ക് കയറി വന്നത്. സുമേഷിനെ അവിടെ കണ്ടത് വൈക പെട്ടെന്ന് പേടിച്ചു പോയി. പേടി പുറത്ത് കാണിക്കാതെ അവൾ വേഗം അവിടെ ഇറങ്ങാൻ നോക്കി. അങ്ങനെ പോയ വൈക കുട്ടി, ചേട്ടൻ നിന്നെ കാണാനല്ലേ ഇത്ര നേരം അവിടെ കാത്തുനിന്ന്. അതും പറഞ്ഞ് അവനവിടെ കൈ കയറി പിടിച്ചു. അവന്റെ കണ്ണിൽ അവളുടെ ശരീരമാകെ ഓടി നടന്നു. അവന്റെ വൃത്തിയായിട്ട നോട്ട് അവൾക്ക് അസഹനീയമായി തോന്നി. വൈകക്ക് പേടിച്ചിട്ട് അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീട്ടിൽ എന്റെ കൈ വിടാതെ പറഞ്ഞേ. ഈ സമയം താഴെ അഖിൽ ഇവിടെ ഒരു താഴെ സ്റ്റാഫിന് വേണ്ടി നമ്മൾ ഒരിക്കൽ ഭക്ഷണത്തിന്റെ ഏരിയ പോയിട്ട് നോക്ക്, എല്ലാം ക്ലിയർ ആണോ ചെക്ക് ചെയ്യണം കേട്ടല്ലോ, മാനേജർ പറഞ്ഞു. അല്ല സർ, ബോസ് പോയില്ലേ, അത് കഴിഞ്ഞ് നോക്കിയാൽ പോലെ. അഖിലാകെ കേൾക്കാൻ തുടങ്ങി. താൻ ഞാൻ പറഞ്ഞ് ചെയ്താൽ മതി, പോയി നോക്കിട്ട് വാ. ഓക്കെ സർ. അഖിലേക്ക് അവിടുന്ന് പോയി. ഈ സുമേഷിനെ വിളിച്ച് കിട്ടുന്നില്ലല്ലോ, അവൻ എന്താണോ ചെയ്യുന്നത്. ഈ സമയം ആ ബഹുനില കെട്ടിടത്തിന്റെ മുന്നിലേക്ക് അവന്റെ ബ്ലാക്ക് ഓടിക്കാതെ നിർത്തി. അതിൽ നിന്നിറങ്ങുന്ന അഗ്നിയിലേക്ക് അവരുടെ ഓരോരുത്തരും കണ്ടെടുക്കാതെ നോക്കി. പെട്ടെന്ന് തന്നെ മാനേജർമാർ പരിപാലനം അവൻ പോക്കറ്റ് അകത്തേക്ക് കയറ്റി. സർ, ദിസ് വേ. നോ, എനിക്കതും ക്യാബിലേക്ക് പോകണം, എന്നിട്ട് ഇനോഗ്രേഷൻ നടത്തണം. ഓക്കെ ഓക്കെ സർ. ഈ സമയം വൈകിയ സുമേഷ് ഫലമായി ചിന്തിക്കാൻ തുടങ്ങി. എവിടുന്നോ കിട്ടിയ ശക്തി അവൾ അവനെ പിടിച്ചള്ളി പുറത്തേക്ക് ഇറങ്ങി ഓടി. അവളുടെ പുറകെ സുമേഷ് ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഓടിയിരുന്നു. തിരിഞ്ഞു നോക്കി ഓടിയാകുമ്പോൾ ആരെയും ഇടിച്ചു. ആരാണെന്ന് പോലും നോക്കാതെ അവളെ അയാൾ ഇറുകെ കെട്ടിപ്പൊടുന്നു. രക്ഷിക്കണം അയാളെ. അവൾ അത്രയും പാട്ട് ഒരു പ്രതികരണമില്ലാത്തതാണ്. വൈക പതിയാ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി. ഒരു വട്ടമേ അവൾ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ. മുഖമെല്ലാം വലിഞ്ഞു മുറുകി, കണ്ണുകളെല്ലാം ചുവന്നു. തനി ചെകുത്താരെ പോലെ നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടത് വൈകിയാകെ പേടിച്ച് വറക്കാൻ തുടങ്ങി. താൻ അയാളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് പിടിച്ച പോലെ തന്നെ അയാൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് അവൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. സുമേഷും ആകെ പെട്ട അവസ്ഥയിലായിരുന്നു. അവനിങ്ങനെ സന്ദർഭം പ്രതീക്ഷിച്ചില്ല. തലമുടിയിൽ നിന്ന് വമിക്കുന്ന കാച്ചെണ്ണയുടെ ഗന്ധമാണ് അഗ്നിയയുടെ മുഖത്തേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്. അവൻ അവളെ നോക്കിയ സമയത്താണ് അവൾ അവൻ നോക്കിയത്. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം കോർത്തു. സുമേഷിനാകെ തളർച്ച ബാധിക്കുന്ന പോലെ തോന്നി. അവൻ ഒരിക്കലും അവരോട് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അവർ എത്തുമ്പോഴില്ലായിരുന്നു. ഈ സമയമെല്ലാം അഗ്നി വൈകിയെ നോക്കിക്കാണുകയായിരുന്നു. അവിടെ വിടർന്ന ഉണ്ടക്കണ്ണുകളും തുടുത്ത ചുണ്ടുകളും നല്ല പാലപ്പൂവിന്റെ നിറവുമെല്ലാം അവൻ പോലും അറിയാതെ അവളിലേക്ക് ആകർഷിക്കുന്നുണ്ടായിരുന്നു. കാച്ചെണ്ണയുടെ നല്ല മണം അവിടെ മുടിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ആ സമയം അവനെല്ലാം കണ്ണടച്ച് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അഗ്നി ശ്രദ്ധിച്ചത്. അവളുടെ ഉണ്ടക്കണ്ണുകൾ കരഞ്ഞിരിക്കുന്നു. ആ സമയം കണ്ടതും അവന്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി. പെട്ടെന്നാണ് അമ്മുവിന് ബോധം വന്നത്. അവൾ വേഗം അവനിൽ നിന്ന് പിടഞ്ഞു മാറി നീങ്ങി നിന്നു. അഗ്നി തിരിഞ്ഞ് ടോണിയെ നോക്കി നേരെ തന്നെ ക്യാബിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ സുമേഷിന് ആശ്വാസമായി. അവനൊരു അഹങ്കാരത്തോടെ അമ്മുവിനെ നോക്കി. പക്ഷെ അപ്പോഴേക്ക് അമ്മുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം അഗ്നിയുടെ പ്രവൃത്തി അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് ടോണിക്ക് വല്ലാതെയായി. അവൻ അവിടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു, നോക്കൂട്ടി, നിനക്കറിയാതെ വേഗം കണ്ണുകൊടുക്ക്, ആളുകൾ ശ്രദ്ധിക്കും. ടോണിയുടെ വാക്കുകൾ കേട്ടത് അമ്മു തന്റെ കൈകൾ കൊണ്ട് കണ്ണുനീർ തുടച്ചു മാറ്റി. കുട്ടി റെസ്റ്റ് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി താഴെ ചെയ്യും. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങൾ ആരോട് പറയണം, കുട്ടിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ശരി സർ. അത് പറഞ്ഞവൾ തിരിഞ്ഞാർക്കൊരുങ്ങി ടോണി പുറകിൽ നിന്ന് വിളിച്ചു. അതെ, ഒന്ന് നിന്ന്, തന്റെ പേരെന്താ? എന്റെ പേര് വൈക. വൈകോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തയ്യാറി വേഗം താഴോട്ട് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ടോണിയുടെ മുഖഭാവം മാറി. അവൻ ഗാർഡ്സിനെ കണ്ണുകൊണ്ടെന്തോ കാട്ടിയത് അവർ സുമേഷിന്റെ എല്ലാം വന്നിരുന്നു. പക്ഷെ സുമേഷ് ഒന്നും ശ്രദ്ധിക്കാതെ അവിടെ ഇറങ്ങാൻ പോയതും അവനെതിരായിട്ട് ടോണി വന്നിരുന്നു. സാറ് എങ്ങോട്ടേക്ക് പോകുന്നു? ടോണി അവനെ പരിശ്രമം ചോദിച്ചു. അത് ഞാൻ സാറിനോട് പറയേണ്ട ആവശ്യമില്ല, മുതലാളിക്കാത്ത പ്രശ്നം തൊഴിലാളിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ സുമേഷ്.
അവന്റെ ഷർട്ടിലെ ബാഡ്ജിൽ നോക്കി ടോണി അവന്റെ പേര് വിളിച്ചു. മുതലാളിക്ക് പ്രശ്നമില്ലായിരിക്കാം, പക്ഷെ മുതലാളിയുടെ തൊഴിലാളിയായ എനിക്ക് പ്രശ്നമുണ്ട്. സോ നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വാ. അതുമാണ് ടോണി സുമേഷിന്റെ തോളിലൂടെ കൈയിട്ടു അവനിലേക്ക് ചേർത്ത് നടക്കാനായിരിക്കും. സുമേഷ് അവരിൽ നിന്ന് കുതിമാറാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ഗാർഡ്സ് അവനെ പിടിച്ചു വെച്ചിരുന്നു. എടാ ജോർജ്, നേരെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയിക്കും. പിന്നെ അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അറിയോ സർ? ആദ്യം പറഞ്ഞു ജോർജ് അവനെയും കൂടി ലിഫ്റ്റിലേക്ക് കയറി. ഒപ്പം മറ്റു ഗാർഡ്സുകളും. ടോണി നേരെ അഗ്നിയുടെ ക്യാബിലേക്ക് ചെന്നു. കാണുന്നു ചെറിയ സാധ്യതകൾ കണ്ണടച്ചിരുന്ന അഗ്നിയാണ്. ടോണി വരുന്ന ശബ്ദം കേട്ടതും അഗ്നി പതിയെ കണ്ണുകൾ തുറന്നു. എല്ലാം സെറ്റാണ്. സുമേഷിന്റെ മുഖം ഓർമ്മയിൽ വന്നു. അഗ്നിയുടെ മുഖം ആകെ ദേഷ്യത്തോടെ വലിഞ്ഞു കൊടുക്കി. ഇത് മനസ്സിലാക്കി ടോണി അഗ്നിയോട് പറഞ്ഞു, എടാ ഇപ്പൊ ഒന്ന് ചെയ്യാൻ നിൽക്കണം. ഇപ്പൊ താഴേക്കോ, എല്ലാവരോട് വെയിറ്റ് ചെയ്യണം. ഇനോഗ്രേഷൻ ഫംഗ്ഷൻ സമയമായി. ശരി, ആദ്യം പറഞ്ഞ അവർ താഴോട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം അവർ താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു. അവിടെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് മുഖമെല്ലാം കഴിക്കണം താഴോട്ട് ചെന്ന്. അവിടെ ചെന്നപ്പോൾ രേവതി അവിടെ കാത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. നീ എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം? ഞാൻ വിചാരിച്ചു നീ എം ഡി റൂമിൽ കടന്നു ഉറങ്ങിപ്പോയിരുന്നു. അതിന് അമ്മകളൊന്ന് കൂർക്കിച്ച് നോക്കി പേടിക്കുന്ന വേണ്ട, ഞാൻ സത്യം പറഞ്ഞു. നീ ഇത്രയും നേരം എന്താക്കിയത് മോള്? അത് പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയതായിരുന്നു, അതാ ലേറ്റ് ആയത്. എന്തുകൊണ്ടോ രേവതിക്ക് അവൾ പറഞ്ഞ വിശ്വാസമായിരുന്നെങ്കിലും ഫംഗ്ഷൻ തുടങ്ങുന്ന സമയം മാനേജറോട് പറഞ്ഞു. അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അഗ്നി വന്ന് റിബൺ കട്ട് ചെയ്യുന്നതല്ല ദൂരെ നിന്ന് അമ്മ നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ എല്ലാവരുടെയും അടുത്തേക്ക് അവളുടെ മനസ്സ് അനുവദിച്ചില്ല. നേരത്തെ നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിൽ നോവായി കിടക്കുന്നുണ്ടായിരുന്നു. ഈ സമയം അഗ്നി അവളെ എല്ലാവരും നോക്കിയായിരുന്നു. പക്ഷെ അവൻ അവളോട് നിന്ന് കാണാൻ സാധിച്ചില്ല. ദേഷ്യം വന്ന് അഗ്നി തിരിച്ച് ഫ്ലോറിലേക്ക് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങി. ഇത് കണ്ട മാനേജർ അഗ്നിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. സർ എന്തുപറ്റി സർ? സാർ എന്താണ് അകത്തേക്ക് കയറാത്തത്? നമ്മുടെ ഇനോഗ്രേഷൻ ഫംഗ്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. സാർ അകത്തേക്ക് കണ്ടില്ലല്ലോ. എനിക്ക് പുറത്തുപോയി കുറച്ച് ആവശ്യങ്ങളുണ്ട്, ഞാൻ പോവാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടോണി വിളിച്ച് കാര്യങ്ങൾ പറയും. ആദ്യം പറഞ്ഞ് അഗ്നി കാറ്റുപോലെ പുറത്തേക്ക് പോയി. അമ്മ ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവൾക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ തോന്നിയില്ല. നേരത്തെ അത്രയും സംഭവം ഉണ്ടായിട്ടും അവനൊന്നും പ്രതികരിക്കാത്ത അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഗോഡോന്റെ ഷട്ടർ ആരോ തുറക്കുന്ന പോലെ തോന്നിയിട്ടാണ് സുമേഷ് കണ്ണൂർ നോക്കിയത്. അവൻ കണ്ണൂർ നോക്കിയതും കണ്ടത് ടോണി നടന്നു വരുന്ന. എന്താ എന്നോട് പിടിച്ചിട്ടിരിക്കുന്നത്? മര്യാദ കഴിച്ചിട്ടോ? സ്വന്തം സ്ഥാപനത്തിലെ മുതലാളിക്ക് പ്രശ്നമില്ല, എന്നിട്ടാ മുതലാളിയുടെ കാവൽ പട്ടിക്ക്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സുമേഷിന് കുറച്ച് സമയം വേണ്ടി വന്നു. തന്റെ രണ്ട് ചെവിയിൽ നിന്നും മുകളൊക്കെ മാത്രമാണ് അപ്പോൾ കേട്ടുകൊണ്ടിരുന്നു. തന്റെ ഇരുകവലുകളും പറഞ്ഞു പോകുന്നവരെ സുമേഷിന് തോന്നി. അവൻ പതിയെ കണ്ണൂർന്ന് മുന്നിലേക്ക് നോക്കിയിരുന്നു. അവ്യക്തമായ ഒരാൾ അവിടെ നിൽക്കുന്നവരവൻ തോന്നി. അടിയുടെ ആഘാതത്തിൽ അവന്റെ ചുണ്ടുപൊട്ടി ചോര ഒഴിക്കുന്നുണ്ടായിരുന്നു. സുമേഷ് പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കിയത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ ഞെട്ടിത്തരിച്ചു പോയി. അഗ്നിയെ കണ്ടതും അവന്റെ കണ്ണുകളിൽ ഭയം ഇരച്ചു കയറി. അവൻ കേട്ടിട്ടുണ്ടായിരുന്നു ചെകുത്താനെ കുറിച്ച്. ശരിക്കും നേരത്തെ തന്നോട് പ്രതികരിക്കായിരുന്നു ഇതിനു വേണ്ടിയായിരുന്നു അവൻ ഇപ്പോൾ തിരിച്ചറിവുണ്ടായി. സർ, ഞാൻ അറിയാതെ. മോനെ, നീ എന്തു ചെയ്തതിനെ കുറിച്ച് എന്റെ സ്ഥാപനത്തിൽ വന്ന് നെറുകേട് കാണിക്കാന്ന് വിചാരിച്ചോളാം മോനെ. അവന്റെ ഓരോ അടി ഇരുമ്പോടിയും അടിക്കുന്ന പോലെ സുമേഷിന്. ഞാൻ അപ്പോഴൊന്നും മിണ്ടാണ്ടിരുന്നത് ആ പെൺകുട്ടിയെ കുറിച്ച് ഓർത്തിട്ട് മാത്ര. അത് നീ എന്റെ കഴിവുകേടായി കരുതി അല്ലടാ. ആ സമയം ഒരു ചെകുത്താനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അഗ്നി. ആ സമയം അമ്മുവിന്റെ നിറഞ്ഞ കണ്ണിൽ അവനെ വല്ലാതെ വേട്ടയാടി. അവിടെ അടുത്തുണ്ടായിരുന്ന ഇരുമ്പോടി എടുത്ത് അവൻ സുമേഷിന്റെ രണ്ട് കാലും കൈയും തച്ചുടച്ചു. അവൻ പുഴുഴിയുന്ന പോലെ വേദനയോട് പൊളഞ്ഞുപോയി. ഇതെല്ലാം കണ്ട് ടോണി ആ മരവിച്ചു പോയി. ഒരിക്കലും അഗ്നിയെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഇത്രയും പ്രൊവോക്കായിട്ട് അവൻ കണ്ടിട്ടില്ലായിരുന്നു. അഗ്നി വീണ്ടും സുമേഷിനെ അടിക്കണം. ടോണി ഒന്നാളുടെ പുറകിൽ നിന്ന് പിടിച്ചു മാറ്റി. വേണ്ട, വിട്ടേക്ക്, അവൻ ചത്തുപോകും. ടോണി പിടുത്തയച്ച് അവനെ പിന്നിലേക്ക് തള്ളി. അഗ്നി അവന്റെ മുഖത്തേക്ക് നോക്കി. ടോണി അവന്റെ നോട്ടത്തിൽ നിന്ന് പതിപ്പോയി. അത്രയും തീക്ഷ്ണമായി അവന്റെ നോട്ടം. അഗ്നി തിരിഞ്ഞ് സുമേഷിനെ നോക്കിയിട്ട് പറഞ്ഞു, മേലിൽ നിന്ന് അവിടെ എന്റെ സ്ഥാപനത്തിന്റെ ഏരിയ കണ്ടാ പിന്നെ നീ ജീവനോട് ഇരിക്കില്ല. അത്രയും പറഞ്ഞ് ആ കമ്പി ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവൻ നടന്നു നീങ്ങി. സ്വഭാവത്തിലേക്ക് വന്ന ടോണി ഒരു നിമിഷം സുമേഷിനെ നോക്കി വേഗം അഗ്നിയുടെ കൂടെ നടന്നു.